വലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിലെ ലിസാനിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ചോദ്യപേപ്പർ കണ്ടോ? എല്ലാവരും നല്ല കളർഫുള്ളായിട്ടാണ് ചോദ്യപേപ്പർ ഉള്ളത്. ചിത്രങ്ങളുണ്ട് അല്ലേ? 2 പേജാണ്, അതായത് ഒരു പേജിൻ്റെ 2 സൈഡുകളായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് പേജിന് മുകളിൽ കണ്ടപ്പോൾ മുകളിൽ നിങ്ങളെ പേര് എഴുതാനുള്ള സ്ഥലമുണ്ട്. വിഷയം ലിസാനുൽ ഖുർആൻ എഴുതിയതിന് താഴെ ലിസ്മ് എന്ന് കാണാം. അവിടെയാണ് പേര് എഴുതേണ്ടത്. പിന്നെ അൽ ഫസ്ൽ എന്ന് ഇടത് സൈഡിൽ കാണാം. ഇടത് സൈഡിൽ 3 കള്ളികളുണ്ട് അല്ലേ? മുകൾ ഭാഗത്ത് അൽ ഫസ്ൽ എന്നുള്ളിടത്ത് ക്ലാസ്, റഖം എന്നുള്ളത് നമ്പർ, നമ്മളെ നമ്പർ എത്രയാണ് അത് എഴുതുക. താരീഖ് എന്നുള്ളിടത്ത് പരീക്ഷയുടെ ഡേറ്റ്. നമുക്ക് നേരെ എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ചോദിച്ചിട്ടുള്ള എന്താണ്? നക്തുബുൽ അജ്വിബത ബില്ലുഗത്തിൽ അറബിയ. ആൻസർ അറബിയിൽ എഴുതാനാണ്. അറബിയിൽ ആൻസർ എഴുതുക. അപ്പോൾ അറബി മലയാളമോ ഒന്നുമല്ല വേണ്ടത്, അറബിയിൽ തന്നെ ആൻസർ എഴുതണം. 4 ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 4 ഫോട്ടോകൾ. ഒന്നിൽ മാംഗോ ഉണ്ട്, പിന്നെ ഒരു പൂച്ച ഉണ്ട്, പിന്നെ ഒരു കുട്ടി, പിന്നെ ഒരു പൂവ് അല്ലേ? ചോദ്യം അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാഠത്തിൽ പഠിച്ച ചോദ്യമാണല്ലേ? 4ാം പാഠത്തിലൊക്കെ പഠിച്ച ചോദ്യങ്ങളാണ്. മാഹാദ. എന്താ മാഹാദ എന്ന് പറഞ്ഞാൽ? അറിയില്ല അർത്ഥം. ഇതെന്താണ് അല്ലേ? പൂച്ചയുടെ മുകളിലുള്ളതോ? മാഹാദിഹി. മൻഹാദ. മാഹാദിഹി. ഈ 4 ചോദ്യങ്ങൾ, ഈ 4 ചോദ്യത്തിനും ആൻസർ എഴുതേണ്ടത് അതിന് താഴെയാണ്. ഓരോ ചിത്രത്തിനും താഴെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അവിടെയാണ് അതിന് ആൻസർ എഴുതാൻ. മാഹാദ, ഇതെന്താണ്? ഇതിനെങ്ങനെ ആൻസർ? മാഹാദ എന്നുള്ളത് ഹാദ മാഞ്ച അല്ലേ? ഇത് മാങ്ങയാണ് അല്ലേ? ഹാദ മാഞ്ച. അപ്പോൾ വെറും മാഞ്ച എന്ന് മാത്രം എഴുതിയാൽ പറ്റൂല. ഇത് മാങ്ങയാണെന്ന് മലയാളത്തിൽ എഴുതിയാൽ പറ്റുമോ? അത് പറ്റൂല. അല്ലെങ്കിൽ അറബി മലയാളത്തിൽ ഇത് മാങ്ങയാണ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. എങ്ങനെ തന്നെ എഴുതണം? അറബിയിൽ തന്നെ എഴുതണം. ഇത് മാങ്ങയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് എന്നുള്ളതിന് ഹാദ, മാങ്ങ എന്നുള്ളതിന് മാഞ്ച. ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്. 2ാമത്തെ ചോദ്യം കണ്ടോ? മാഹാദിഹി. മാഹാദിഹി, ഇതെന്താണ്? മാഹാദ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? മാഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? മാഹാദിഹി. അപ്പോൾ ഇവിടെ ഹാദിഹി എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ്? പൂച്ച എന്നുള്ളത് സ്ത്രീ വർഗത്തിൽ പെട്ടതായതുകൊണ്ടാണ് എന്ത് കൊടുത്തത്? ഹാദിഹി എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഉത്തരം എഴുതുമ്പോൾ എന്ത് വേണം? ഇത് എന്നുള്ളതിന് ഹാദാന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം പൂച്ച പെണ്ണാണ്. അപ്പോൾ ഹാദിഹി എന്ന് കൊടുക്കുക. ഹാദിഹി, ഇത്. ഹിറത്തുൻ, പൂച്ചയ്ക്ക് നമ്മൾ പഠിച്ചതാണ്. ഹിറത്തുൻ, പൂച്ച. ഹിറത്തുൻ, പൂച്ച. അപ്പോൾ ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. ഇനി അടുത്ത് നോക്കും. മൻ ഹാദ. മൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആര് അല്ലേ? മൻ ഹാദ, ഇതാര്? ഇതാരാണ്? ഈ ഫോട്ടോയിലൊരു കുട്ടീനെ കാണാം. നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട് ഇതുപോലൊരു കുട്ടി അല്ലേ? അവൻ്റെ പേരെന്തായിരുന്നു? ബാസിം എന്നായിരുന്നു അല്ലേ? ബാസിം. അപ്പോൾ ബാസിം ആണല്ലേ? കാരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഹാദാന്ന്, മൻ ഹാദ. അപ്പോൾ ഇത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഹാദാന്ന് കൊടുക്കണം. ഹാദിന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ആണാണ്. അപ്പോൾ ഹാദ, ഇത്. ബാസിമുൻ, ബാസിമാണ്. ഹാദ ബാസിം, ഇത് ബാസിമാണ്. അടുത്തത് നോക്കൂ. മാ ഹാദിഹി. മാ ഹാദിഹി, ഇതെന്താണ്? മാ ഹാദിഹി, ഇതെന്താണ്? അവിടെ ഒരു പൂവിൻ്റെ ചിത്രമാണുള്ളത്. പൂവിനെന്താ പറയുക അറബിയിൽ? ഒന്ന് പറഞ്ഞു നോക്കി. മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ പൂവിന്. സഹ്റത്തുൻ അല്ലേ? സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ പൂവാണ്.
ഹാദിഹി സഹറത്തുൻ, ഇത് പൂവാണ്. ഹാദിഹി സഹറത്തുൻ, അവിടെ പൂവ് പെൺവർഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് ഹാദിഹി എന്ന് കൊടുക്കുന്നത്. മനസ്സിലായ? ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഹാദിഹി. അപ്പോൾ ഹാദയാണോ ഹാദിഹി ആണോ അവിടെ എഴുതേണ്ടതെന്നുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉത്തരത്തിൽ തന്നെ ഉണ്ടാവും അവിടെ എന്താണ് വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇങ്ങനെ ഉത്തരം തരും, എന്നിട്ട് അതിന് ചോദ്യം എഴുതാനായിരിക്കും. അപ്പോൾ മാന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്, മന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. മനസ്സിലായിട്ടില്ലേ? മാന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്, മന്ന് പറഞ്ഞാൽ ആര്. ഒരു ചോദ്യത്തിന് ഒരാൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ, കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ അവനക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഈ 4 എഴുതി കഴിഞ്ഞാൽ അവനക്ക് എത്ര മാർക്കായി? 16 മാർക്ക്. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് നമുക്ക് 16 മാർക്ക് കിട്ടും. അടുത്തത് നോക്കുന്ന അടുത്ത ചോദ്യം വന്നുകൊണ്ടോ, നുക്കമ്മിലുമാ യുനാസിബ്. ഇവിടെ ബ്രാക്കറ്റിൽ 2 പദങ്ങളുണ്ട്, ഹാദ ഹാദിഹി. ഈ പദങ്ങൾ കറക്റ്റ് പദം എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാൻ, ചേർത്ത് പൂരിപ്പിക്കാനാണ്. അവിടെ 6 പദങ്ങൾ 6 ഫില്ല് ചെയ്യാനുള്ള പദങ്ങളുണ്ട് അല്ലേ? 6 സ്ഥലത്ത് അവിടെ ഫില്ല് ചെയ്യണം. ഒന്നാമത്തത് ബാബുൻ എന്നാണ്. ബാബുൻ, അവിടെ എന്തായിരിക്കും ഫില്ല് ചെയ്യുക? ഹാദാന്ന് കൊടുക്കണോ അതോ ഹാദിഹിന്ന് കൊടുക്കണോ? ഹാദാന്ന് കൊടുക്കണോ ഹാദിഹിന്ന് കൊടുക്കണോ? ബാബുൻ, ബാബുൻ എന്നുള്ളത് പുരുഷവർഗമാണ്. അപ്പോൾ എന്ത് കൊടുക്കണം? ഹാദ, ഹാദ ബാബുൻ. രണ്ടാമത്തത് ഷജറത്തുൻ. ഷജറത്തുൻ, ഷജറത്തുൻ മരം. ഒരു പദം ആണാണോ പെണ്ണാണോ എന്നറിയാൻ, പെണ്ണാണെന്നറിയാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ അവസാനത്തിൽ ഇവിടെ കണ്ടങ്ങളൊരു താ. ഈ താ ഉണ്ടെങ്കിൽ അവിടെ പെണ്ണാണെന്ന് കൂടി എന്താവും, അത് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഷജറത്ത് എന്നുള്ളത് പെണ്ണാണ്. അപ്പം എന്താ കൊടുക്കേണ്ടത്? ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത്. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. മൂന്നാമത്തെ കണ്ടോ, കുർസിയാണ്. കുർസീന് യോജിച്ചതാ? ഹാദയാണോ ഹാദിഹിയാണോ? കസേര, അത് ഹാദയാണ്, അത് ഹാദയാണ്, പുരുഷവർഗമാണ്. ഹാദ. അപ്പം ഹാദ, ഇത് കസേരയാണ്, ഇത് ചെയറാണ്. അടുത്ത കണ്ടോ, ദജാജത്തുൻ. ദജാജത്തുൻ, അവിടെ അവസാനം താ ഉണ്ട്, ഹാത്ത ഉണ്ട്. അപ്പോൾ അത് പെണ്ണാണല്ലേ? ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴിയാണ്. അപ്പം എന്താ, ഹാദയാണോ ഹാദിഹിയാണോ വേണ്ടത്? ഹാദിഹി. ഹാദിഹി ദജാജത്ത്. അതിനടുത്ത് 5ാമത്തെ ചോദ്യം നോക്ക്, ദീക്വൻ. എന്താണ്? ദീക്വൻ. അപ്പോൾ എന്താ കൊടുക്കുക? ദീക്വൻ ആണ്, പൂവൻ കോഴിക്കാണ് ദീക്ക് എന്ന് പറയാം. അപ്പോൾ അതാണല്ലേ, ആൺവർഗല്ലേ. അപ്പോൾ എന്താ കൊടുക്കണ്ടേ? ഹാദ. ഹാദ ദീക്വൻ. അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? ഹാദിഹി കൊടുക്കാൻ പറ്റൂല. അടുത്തത് നോക്കുന്ന സയ്യാറത്ത്. സയ്യാറത്ത്, കാറ്. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറില്ലേ? അവിടെ അവസാന താ ഉണ്ട്, ഹാത്താ കണ്ടോ? അതുകൊണ്ട് തന്നെ അത് പെണ്ണാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ കൊടുക്കുക ഹാദിഹി. ഹാദിഹി സയ്യാറത്ത്. ഹാദിഹി സയ്യാറത്ത്. ഇനി അടുത്ത ചോദ്യം വന്ന് നോക്കട്ടോ, നുക്കമ്മിലു കമാഫിൽ മിസാലി. ഇവിടെ മേലെ മാതൃക കൊടുത്തതുപോലെ പൂർത്തിയാക്കാനാണ്. മനസ്സിലായോ? മുകളിലൊരു മാതൃക കൊടുത്തിട്ടുണ്ട്, അതേപോലെ പൂർത്തിയാക്കുക. അതിൽ 4 ചിത്രങ്ങളാണ്, 4 ചിത്രങ്ങൾ മാതൃകയിൽ കൊടുത്തിട്ടുള്ള നമ്മൾ കണ്ടു. ഉസ്താദിൻ്റെ ഒരു ഫോട്ടോ കാണാമല്ലേ? ഒരു ഉസ്താദിൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ ഒരു വലത് സൈഡിൽ അന എഴുതിയിരിക്കുന്നത്, ഉസ്താദിൻ്റെ ഇടത് സൈഡിലോ ഉസ്താദ്. അന ഉസ്താദ്, അന ഉസ്താദ്, ഞാൻ ഉസ്താദാണ്. ഇനി 2ാമത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മുകളിൽ കൊടുത്തതുപോലെ ചെയ്യണം. 2ാമത്തെ ഫോട്ടോ, 2ാമത്തെ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വിരൽ ചൂണ്ടിയിട്ടുള്ളത് ആരും ഒരു ആൺകുട്ടിയുടെ മേൽ, ആൺകുട്ടിയിലേക്കാണ് ആ പെൺകുട്ടി എന്താ ചെയ്തിട്ടുള്ളത്? വിരൽ ചൂണ്ടിയിട്ടുള്ളത്. നിങ്ങൾ വിരൽ ചൂണ്ടിയെ കാണുന്നുണ്ടോ ആ കുട്ടി? അപ്പോൾ ഈ പെൺകുട്ടിയാണ് എന്തോ പറയണം. അപ്പോൾ പെൺകുട്ടി പറയാണ് നീ ഒരു ആൺകുട്ടിയാണെന്ന് പറയാമെന്ന് തോന്നണം. അപ്പോൾ എന്താ അവിടെ കൊടുക്കുക?
നീ എന്നുള്ളതിന് എന്താണ് നീ എന്നുള്ളതിന് അൻത അല്ലേ, അൻത എന്നാണ് നീ എന്നുള്ളതിന് പറയാം. അൻത ഇബ്നുൻ, അൻത ഇബ്നുൻ, നീ ഒരു ആൺകുട്ടിയാണ്. ഈ പെൺകുട്ടി വിരൽ ചൂണ്ടി, ആൺകുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയാണ് അൻത എന്നാണ് അവിടെ കൊടുക്കേണ്ടത്, അൻത ഇബ്നുൻ. അടുത്തത് നോക്ക്, ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ മേൽ വിരൽ ചൂണ്ടിയിട്ട് പറയും. അപ്പോൾ ആൺകുട്ടിയാണ് പറയുന്നത്. ഒരാൺകുട്ടി പെണ്ണിനെ മേൽ നീ എന്ന് പറയണത് എന്താ പറയുക? അൻത എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. പെണ്ണാണെങ്കിൽ നീ എന്ന് പറയണമെങ്കിൽ അൻതി എന്ന് പറയണം, അൻതി. അപ്പം അൻതി ബിൻതുൻ, നീ ഒരു പെൺകുട്ടിയാണ്. അൻതി ബിൻതുൻ, നീ ഒരു പെൺകുട്ടിയാണ്. ഇനി അനാന്നുണ്ട് ഇവിടെ, രണ്ട് ചിത്രങ്ങളും. അനക്ക് നേരെ കൊടുത്തിട്ട് എന്താണ്? പഴം. പഴത്തിന് എന്താ പറയുക? മൗസൻ അല്ലേ, മൗസൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പുറത്തെ കള്ളിയിൽ എഴുതേണ്ടത് മൗസൻ എന്നാണ്. ഇനിയോ ലാസ്റ്റ് വൺ, ലാസ്റ്റ് എന്താണ്? ഒരു പൈനാപ്പിളിൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, അതിനപ്പുറത്ത് അനാനാസ്, പൈനാപ്പിളിന് അനാനാസ്, അതവിടെ എഴുതി കൊടുക്കുക, അനാനാസ്. അപ്പോൾ ഇതിനും ഓരോന്നിനും 4 മാർക്ക് വീതം, ഇതും 16 മാർക്ക്. നേരത്തെ ചെയ്തതോ ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അത് മൊത്തം ആൻസർ ഒരാൾ എഴുതിയാൽ 18 മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും.